എൻ്റെ നോമ്പൊരുക്കങ്ങൾ മൂന്നാമത്തെ പാർട്ടാട്ടോ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതിൽ കുറച്ച് നെഗറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റമദാൻ മാസം തിന്നാനുള്ള മാസമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാ വീട്ടിലും ഓരോ ദിവസം ഓരോ ജ്യൂസൊക്കെ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാവാറുണ്ടാവില്ലേ. അത് മുൻകൂട്ടി തന്നെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഇരിക്കേണ്ട ടൈമില്ലല്ലോ, ഇബാദത്ത് എടുക്കേണ്ട ടൈമല്ലേ എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ഇട്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്തു വെച്ചാൽ അത്രയും ടൈം അതിന് ഇബാദത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തൂടെ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അപ്പം ഞാൻ കാരണം വേറെ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആ രീതിയിൽ കണ്ടാൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ ചെയ്തു വെക്കുന്ന മറ്റു 2 കാര്യങ്ങളാട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ആദ്യം ഞാൻ നമുക്ക് സമൂസയുള്ള അധിക ദിവസം മക്കളൊക്കെ നോമ്പെടുക്കുന്ന സമയത്ത് മക്കൾക്കൊക്കെ സമൂസയ്ക്ക് വേണ്ടി വരും. നമ്മളൊക്കെ എത്ര സ്നാക്സ് ഒഴിവാക്കിയാലും അവർക്കൊക്കെ സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് സമൂസയ്ക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വേണ്ടിയുള്ള ചിക്കൻ. ആ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ സവാളയും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ സവാള ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല കേട്ടോ സമൂസയിലേക്ക്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് അതും വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ സമൂസ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് ഫ്രീസറിലാട്ടോ വെക്കേണ്ടത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് വെക്കാം. പക്ഷേ അത് കറണ്ടൊക്കെ പോയാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അതാ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തതായിരുന്നു. അതൊരു ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്താൽ ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള സമൂസ ഫില്ലിങ് റെഡി ആയിട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്തെടുക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് തന്നെ കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് കുത്തണ മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഗരം മസാല പോലും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ ഫില്ലിങ് റെഡിയാക്കി എടുക്കാറ്. പിന്നെ ഇപ്പം ഇത് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ റമദാൻ മാസം ആകുമ്പോൾ അധികവും വറുത്തരച്ച ചിക്കൻ കറി ആയിരിക്കുമല്ലേ നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരുപാടൊന്നും വറുത്തെടുക്കുന്നില്ല. കാരണം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാ ദിവസവും വറുത്തരച്ച കറിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പെട്ടെന്ന് മടുക്കും. അപ്പോൾ ഞാൻ പല ടൈപ്പ് കറിയും മാറി മാറിയായിട്ട് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഞാൻ 3 അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരവിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം ഒരേ സൈസിലാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ. അതിങ്ങനെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൽ വെക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് സാവധാനം ആവുള്ളൂ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം നല്ല മൊരിഞ്ഞിട്ട് വരണം. നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാം ഒരേപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിലായിട്ട് നമുക്ക് കിട്ടണം. നല്ല തേങ്ങയൊക്കെ നമുക്ക് അതിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ കരിയാതെ ശ്രദ്ധിക്കണേ. പിന്നെ കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ. ഇതാണ്ട് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്രാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടാക്കി വെക്കുന്ന എല്ലാ ഐറ്റംസും സിപ്ലോക്ക് കവറിലാട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ നിറഞ്ഞു പോകും ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ സമൂസ ഫില്ലിങ്ങും ഞാൻ സിപ്ലോക്ക് കവറിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് റമദാൻ മാസം ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Thank you.